സ്വാഗതം. സയന റിലേഷൻഷിപ്പ് കാർഡ് റീഡിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ടാരോ അധ്യാപകൻ പ്രദീപ് ഹരിഹരൻ. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ചോദ്യം എന്നോട് വന്നത് അവർ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം തന്നെയാണ് ഞാനൊന്ന് ചോദിക്കുന്നത്. ആ വ്യക്തി അല്ലെങ്കിൽ താങ്കൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ എനർജി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് താങ്കളോട് ബാക്കി നിൽക്കുന്ന വികാരം എന്താണ്, എങ്ങോട്ടേക്കാണ് ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടും സമീപിക്കാനുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ കാർഡിൽ എന്ത് വന്നാലും എന്നെ കുറ്റം പറയരുത്. കാർഡിൽ കാണുന്നേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കുള്ള മെസ്സേജാണോ അല്ല എന്നുള്ളത് ആർക്കെങ്കിലും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ എനർജി എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. നമ്പർ 21 എന്ന് പറയുന്ന കാർഡാണ്. 21 എന്ന് പറയുന്ന കാർഡ് ഒരു പരിപൂർണമായിട്ടൊരു പരിസമാപ്തിയുടെ ഒരു കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടൊരു ഫിനിഷിങ്ങിൻ്റെ ഒരു കാർഡ് എന്ന് പറയുന്നൊരു എനർജിയാണ്. ഇത് ഒരു മേജർ ആർക്കാൻ്റെ കാർഡ് കൂടിയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ല, നമ്മളൊരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട്, ഒരു ഡിവൈൻ ഇടപെടൽ എന്ന് പറയും, അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് ഇതിൽ ഒരു പരിപൂർണ്ണത അവസാനത്തിലേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ തുടക്കങ്ങളാണ് വരിക. എന്താണ് താങ്കളോട് ബാക്കി നിൽക്കുന്ന വികാരം എന്ന് ചോദിച്ചപ്പോൾ ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് എന്ന് പറയുന്നതാണ്. അതായത് തീർച്ചയായിട്ടും മാനസികമായിട്ട് വല്ലാത്ത വേദനയും ദുഃഖഭാരവും ഉണ്ട് എന്ന് പറയുന്ന വികാരമാണ്. തലയായി നിൽക്കുന്ന ആളെ കാണാം, പുറകിൽ കപ്പും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നഷ്ടബോധം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവുകയില്ല. ഇനി വീണ്ടും ചേരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എവിടേക്കാണ് ഇത് പോകുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് അവയർനെസ് എന്ന് പറയുന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. നമ്പർ 1 എന്ന് പറയുന്ന കാർഡാണ്. നമ്പർ 1 എന്ന് പറയുന്ന കാർഡ് ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു കാർഡാണ്. ഇതൊരു ഡിവൈൻ എനർജിയുടെ കാർഡ് തന്നെയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. പുതിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാർഡ് റീഡിങ്ങിൽ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി താങ്കളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് താങ്കളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സൈക്കിൾ, നമ്മൾ ഉദ്ദേശിച്ച ഒരു സൈക്കിളിൻ്റെ എനർജി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിക്ക് വേദനയുണ്ട്. പുതിയൊരു സൈക്കിൾ തുടങ്ങാനുള്ളൊരു സാധ്യത കാണുമെന്നാണ് പറയുന്നത്. അത് പഴയ പോലെ ആയിരിക്കില്ല, പുതിയൊരു രീതിക്കായിരിക്കും, പുതിയൊരു ഇതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. താങ്കൾക്ക് റെസൊനേറ്റ് ചെയ്തെങ്കിൽ റെസൊനേറ്റ് ചെയ്തു എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം. എന്തായാലും ഈ ഒരു എനർജി 2 ആഴ്ച മുതൽ 3 മാസം വരെയാണ് നീണ്ടെടുക്കാൻ സാധ്യത. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. മെസ്സേജായിട്ട് തന്നെ കമൻറ്റിന് മെസ്സേജായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അന്നത്തെ ഏതെങ്കിലും വീഡിയോ താഴെ ഇട്ടാൽ മതി. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.